ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വീട്ടിലൊക്കെ പോയി വന്നിങ്ങനെ ഒരു മൂഡ് ഓഫ് തന്നെ കേട്ടോ ഇന്നത്തെ ദിവസം. ഇപ്പോൾ രാവിലെ എന്നതാ പൊടിദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നിച്ചു ഉണർന്ന് ഒന്നൊക്കത്ത് കയറി ഇരിക്കുന്നുണ്ട്. എന്നെ ഒരു പണി എടുക്കാനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചടപടേന്ന് അങ്ങനെ പറഞ്ഞ പണികളൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ നിഷുവിന് മദ്രസ ഉണ്ട്. അപ്പോൾ അവനെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് ഒരു 100 കയറണം അടുക്കളയിൽ നിന്ന്. അപ്പോഴത്തേന് ഇതാ പാലൊക്കെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഭാഗ്യത്തിന് പോയില്ല കേട്ടോ. അപ്പോഴത്തേന് ഞാൻ ഓടിയെത്തി. അപ്പോൾ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ദോശക്കല്ലിൽ നമ്മൾ അരി അരച്ച് ചുടുന്നതിലേറെ നല്ല പെർഫെക്റ്റായി കിട്ടുക പൊടി ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ സോപ്പിട്ട് എൻ്റെ കൈ കടഞ്ഞിട്ട് വയ്യ. അപ്പോൾ ഞാൻ നിജുവിനെ മെല്ലെ അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ മെല്ലെ കൊണ്ടുപോയി വെച്ച് സോപ്പിട്ട് നിർത്തിയിട്ടാണ് കേട്ടോ. നിജുട്ടൻ അവിടെ കൊണ്ടുപോയി ഇരുത്തി ചായയൊക്കെ മധുരമൊക്കെ ഇട്ടിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് വെള്ളത്തേക്ക് ചായ വെച്ച് കൊടുക്കുകയാണ്. നിഷു എണീറ്റ് വരുമ്പോഴത്തേനൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. ഓനുള്ള ദോശയും പഞ്ചസാരയും ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ നിഷുവിന് കറിയൊന്നും അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ ഓനുള്ള ചായയും കടിയൊക്കെ കൊണ്ടുവച്ച് വീണ്ടും വിളിക്കാൻ പോയി. 2-3 പ്രാവശ്യമൊക്കെ വിളിച്ച് വന്നതിന് ശേഷം എന്താ ഓനെ എണീറ്റ് മാറ്റി നിസ്കരിച്ച് നല്ല കുട്ടിയായി വന്നിട്ടുണ്ട് ചായ കുടിക്കാൻ. അപ്പോൾ ഞാൻ നിജുട്ടന് കുറച്ച് പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പാലൊക്കെ തിളച്ച് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചത് ഇനി വെള്ളത്തിൽ. പിന്നെ അത് കുപ്പിയിലാക്കിയിട്ട് ഓന് കൊടുക്കുകയാണ്. ഒന്ന് മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കിട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല, ക്യാമറ കണ്ണോണ്ടൊന്ന് റൗണ്ട് അടിച്ച് നോക്കി. സൈഡിലേക്ക് നോക്കിയപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്രകിഴങ്ങിൻ്റെ വള്ളിയുണ്ട് കുഴിച്ചിടാൻ. പിന്നെ ഷിമോളെ എയർബൻ്റെ അടുക്കളയിൽ എറിയുമ്പോൾ അവിടെയാണ് കൊളുത്തിരുന്നത് കേട്ടോ. പിന്നെ ഇക്ക വന്നിട്ടുണ്ട് ഇനി രാത്രി ഒരു 2 മണി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ഹാളിൽ തന്നെയാണ് കിടന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതാ ചായയും കടിയൊക്കെ ആയതിനു ശേഷം വന്ന് സിറ്റ് ഔട്ടൊക്കെ ഇങ്ങനെ വന്ന് നോക്കി. കുറച്ച് ടൈം അവിടെ അങ്ങനെ നിന്നപ്പോഴാണ് രാത്രി ഇക്ക വരുന്നതുകൊണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല ഇനി. അപ്പോൾ രാവിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് 8:30 ആയതിൻ്റെ ശേഷമാണ് കേട്ടോ വന്ന് ലൈറ്റ് ഓഫ് ആക്കണത്. അതൊക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ ചവിട്ടിയൊക്കെ വിരിച്ചിട്ട് പിന്നെ പേപ്പർ എടുത്തിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പേപ്പർ ചില ദിവസം നേരെ വൈകിയാണ് വരിക, ചില ദിവസം നേരത്തെയും വരും. അപ്പോൾ പേപ്പർ അങ്ങനെ വായിക്കലില്ല. പേപ്പർ എടുത്താൽ ഭയങ്കര ഇപ്പോൾ ഫുള്ളായി യുദ്ധം തുടങ്ങിയില്ല. അന്ന് തൊട്ട് ഞാൻ പേപ്പർ വായന നിർത്തിയതാണ്. അതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ പേപ്പർ വരുത്തൽ തുടങ്ങിയത്. പക്ഷേ എന്തോ എന്താണ് രാവിലെ തന്നെ ആ വാർത്ത ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ് മനസ്സിന്. അതിൽ ഇന്നത്തെ ദിവസം കുറച്ച് പേപ്പറൊക്കെ ഇങ്ങനെ നോക്കി റൗണ്ട് അടിച്ചിട്ട് ഞാൻ അടുക്കളയ്ക്ക് വരികയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ടാണ് കേട്ടോ ദോശ തിന്നുന്നത്. കറി ഉണ്ടാക്കിയിട്ടില്ല. ഇക്കഞ്ഞിപ്പോൾ എണീക്കൽ വൈകുന്നേരമൊക്കെ ആകും. നല്ല ഉറക്കുണ്ടാവും, 2-3 ദിവസത്തെ ഉറക്കുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാല് വന്നിട്ടുണ്ട് ഇനി. അപ്പോൾ പാലും കുപ്പി ഫ്രിഡ്ജിക്ക് വെക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. എന്തിനോ കുറുമ്പാട്ടിരിക്കുകയാണ് കേട്ടോ. എന്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തോ ഭയങ്കര ദേഷ്യത്തിലാണ്, എന്നാൽ ചിരിക്കണമുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കയ്യിനും കാലിനും ഒരു ഒഴിവുണ്ടാവില്ലല്ലോ സ്കൂളുള്ള ദിവസം. അപ്പോൾ ഞാൻ ചായ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ, ഇനി കുടിച്ചിട്ടില്ല ഇനി. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോൾ നിജുവിന് കൊടുത്തു, ഇഷുമോൾക്ക് കൊടുത്തു എന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഇല്ല, അവർക്ക് രണ്ടാൾക്കും കൂടെ ഞാൻ ഒരുമിച്ച് കൊടുക്കാൻ വിചാരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി. പക്ഷേ അവർ കുടിക്കാൻ വേണ്ടി വന്നിട്ടില്ല. നിജു ആ പാല് കുടിച്ചതുകൊണ്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇനി കേട്ടോ. പിന്നെ ഇഷുമോൾ എണീറ്റ് വന്ന് നിന്നപ്പോൾ നല്ല സന്തോഷത്തിലാണ് വന്നിരിക്കണം കേട്ടോ. മുടി ഒക്കെ വാർന്ന് എയർബൻഡൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് ദോശയൊക്കെ കൊടുത്തു. പിന്നെ മെല്ലെ ഇക്കാൻ്റെ ഫോണെടുത്ത് ഒളിച്ചിരുന്ന് കാണുകയാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ മൂലക്കൽ. അപ്പോൾ കമ്പനിക്ക് ആങ്ങളെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ അവൻ്റെ ബാക്കിയുള്ളൊരു ദോശൻ്റെ പീസുണ്ട് ഇനി അതെങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ട് തീറ്റിക്കുകയാണ്. പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചൊരിടാൻ വേണ്ടി വന്നപ്പോഴാണ് തെങ്ങ് കയറുന്ന ആളുണ്ട് കേട്ടോ അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ ഞാനങ്ങനെ നോക്കി നിന്നിട്ടൊരു കൗതുകമാണല്ലോ കാണാൻ. തളപ്പ് വെച്ചിട്ട് കയറുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു തന്നെയാണല്ലോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ കുളത്തേക്ക് പോകുമ്പോൾ കവുങ്ങുമേൽ ഇങ്ങനെ തളപ്പ് വെച്ച് കയറിയൊക്കെ ഉണ്ട്. പക്ഷെ ഇത്ര ഉയരമൊന്നും കയറാൻ കഴിയൂല. പക്ഷെ ഇത് കയറുന്ന കാണാൻ ഭയങ്കര രസം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ അടുത്ത കലാപരിപാടിയാണ് മുറ്റടിച്ചു വരൽ. അപ്പോൾ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ചൂലും കൊണ്ടിറങ്ങിയപ്പോൾ നിജുട്ടനും ബാക്കിലിറങ്ങി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട് ഇനി. അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ കുടത്തിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ട്, വെള്ളമൊക്കെ മുക്കിക്കൊണ്ടുവരണം.
അപ്പം അങ്ങനെ വെള്ളമൊക്കെ മുക്കിക്കൊണ്ടുവന്ന് പിന്നെ ഇത് നമ്മളെ വാഴൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴൻ്റെ ആ ഉള്ളത്തെ സാധനമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരിയൊക്കെ വിചാരിച്ച് മുതിര വേവിക്കും വേണം. മുതിര ഇട്ടിട്ടാണ് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ആദ്യം എണ്ണിക്കാമ്പ് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ കുറച്ച് മുതിരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുതിര എണ്ണിക്കാമ്പ് വെക്കുമ്പം നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും, മിക്കാക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ തന്നെ വാഷിംഗ് മെഷീനിൽ വെള്ളം നിറഞ്ഞ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി സോപ്പും പൊടി ഇടാത്ത വെള്ളമല്ലേ, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ച് ഞാൻ നിഷുവിനോട് അവിടെ വന്നിട്ട് അതൊന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേനി. അപ്പോൾ ഓനത് ആ പൈപ്പ് തുറന്നപ്പോൾ ഞാൻ ബക്കറ്റിലാക്കിയിട്ട് എൻ്റെ പച്ചക്കറികളൊക്കെ നനച്ചെടുക്കുകയാണ് കേട്ടോ. പണികളുടെ ഇടയിൽ എന്തായാലും മെഷീനിൽ പൈപ്പ് തുറന്നിട്ടാൽ ഞാൻ കൂടുതൽ ദിവസം ഞാൻ മറക്കലാണ്. അപ്പോൾ സോപ്പ് പൊടി ഇട്ടാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ വെള്ളം വേസ്റ്റായി പോക്കല്ലാതെ വേറെ നിവർത്തില്ല. സോപ്പ് പൊടി ഇടാത്തതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങനെ എടുത്തിട്ട് ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുതിരയൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ എണ്ണിക്കാമ്പായിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുട്ടികൾക്കുള്ള കഞ്ഞി ഇതാ നിരത്തി പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിക്ക് മുട്ടയാണ് പൊരിക്കുന്നത്. അപ്പോൾ 3-4 മുട്ട എടുത്ത് ഒന്നിച്ചാണ് പൊരിക്കുന്നത് കേട്ടോ. ടൈമും ലാഭം, എല്ലതും ലാഭം, തീയും ലാഭം, ഒക്കെ ലാഭമാണ്, വെളിച്ചെണ്ണയൊക്കെ ലാഭമാണ്. അപ്പോൾ അങ്ങനെ ഇതാ ലാഭ പരിപാടി എടുത്ത് ഇതാ മറിച്ചിട്ട് 4 ആക്കും കൂടെ 4 ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇതാ മുതിര ഇങ്ങനെ വേവണുണ്ട്, മുതിരയിൽ നമ്മൾ എണ്ണിക്കാമ്പിട്ടത് വേവണുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ ഇങ്ങനെ പീസസ് ആക്കി എടുത്തു. അപ്പോൾ കുട്ടികൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് കഞ്ഞിയൊക്കെ ഒരുപാട് കളഞ്ഞതൊക്കെ തുടച്ചെടുത്തിട്ട് അതൊക്കെ അടിച്ചൊരിയിട്ടാണ്. പിന്നെ ഉച്ചക്കൊക്കെ ഇതാ നിൽക്കുള്ളതുകൊണ്ട് മുരിങ്ങ താളിപ്പാക്കാൻ വിചാരിച്ചു. അപ്പോൾ മുരിങ്ങ താളിപ്പ് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല വയലറ്റ് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, ഒന്നിട്ടാൽ മതി. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ വാങ്ങിയതേനി ചെമ്മീൻ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടില്ലേനി, ഞങ്ങൾക്കുള്ള ദിവസം ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് വെച്ചതേനി. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു. അപ്പോൾ ഇതാ നിജു ഒരു മിഠായി കൊണ്ടുവന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഗ്രീൻ ആപ്പിൾ. അപ്പോൾ ഞാനൊക്കെ ഒരു 5ാം ക്ലാസ്സിലായ സമയത്താണ് ഈ ഗ്രീൻ ആപ്പിൾ പറഞ്ഞ മിഠായി ആദ്യമായിട്ട് കഴിച്ചിന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് തിന്നോക്കാനൊരു പൂതി, ജസ്റ്റ് ഒന്ന് കടിക്കട്ടെ വിചാരിച്ചു. ഇനി കടിച്ചാൽ ഇളകും വിചാരിച്ച് ഒന്ന് ഈമ്പി എന്നിട്ട് ഓനോടുത്ത്. ഇനിയിപ്പോൾ കറിക്കുള്ള കറിവേപ്പിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ അങ്ങനെ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെ കറി കൂട്ടാൻ ഉപ്പേരി ഇടണം, വറവിടണം, പിന്നെ താളിപ്പ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ രണ്ടുക്കും ഇതാ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ വാട്ടിയിരിക്കുകയാണ്, ചുവന്നുള്ളി. അപ്പോൾ താളിപ്പിക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചെടുത്തു. മറ്റേക്ക് ഇതാ കറിവേപ്പിലയും സാധനങ്ങളൊക്കെ ഇട്ട് വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അതിലാണ് ഞാൻ കടുകിട്ട് പൊട്ടിക്കാൻ മറന്നത്. എനിക്ക് കടുകിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ മെല്ലെ ഉള്ളി മാത്രം കോരിയിട്ട് കടുക് ഇട്ട് കൊടുത്തു. അപ്പുറത്ത് കഞ്ഞിവെള്ളത്തേക്ക് മുരിങ്ങൻ്റെ ഇല ഇട്ടെടുത്ത്. അപ്പോൾ താളിപ്പ് റെഡിയായി, ഉപ്പേരി റെഡിയായി. പിന്നെ ഇനി ചെമ്മീൻ ക്ലീനാക്കി കഴുകിയത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് സുറുക്കിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സൂപ്പറാ, അടിപൊളി. വേനൽക്കാലമല്ല, അപ്പോൾ എല്ലാവർക്കും തണുത്ത വെള്ളം വേണം. അപ്പോൾ ഞാൻ വെള്ളം കുറച്ചധികം ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലാക്കി വെക്കലാണ്. ഇന്ന് ആവശ്യക്കാർക്ക് എടുത്ത് കുടിക്കല്ലോ വിചാരിച്ചിട്ട് 2-3 ബോട്ടിലാക്കിയിട്ട് അങ്ങനെ വെക്കലാണ് കേട്ടോ. ജഗ്ഗിലുള്ള വെള്ളം എനിക്ക് ചിലപ്പം തണുത്തത് പറ്റില്ല. അപ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജഗ്ഗിൽ ഇങ്ങനെ ആക്കി വെച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. നിജുവിന് കഞ്ഞി നൂറ്റിയിട്ട് ചോറാക്കിയിട്ട് കൊടുത്തൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കങ്ങനെ ഉണരുന്നുണ്ട്, ഫുഡൊക്കെ ചോദിക്കുന്നുണ്ട്, ചോറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻ ഫ്രൈ ആക്കിയിട്ടില്ല കേട്ടോ, എൻ്റെ കുളിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ കുളി കഴിഞ്ഞിട്ട് ഫ്രൈ ആക്കാൻ വിചാരിച്ച് ഇങ്ങനെ നിൽക്കേനി. അപ്പോഴാണ് ചോറിന് ഇങ്ങനെ ഒരു തിരക്കൂട്ടൽ. അതിൽ ഞങ്ങൾക്ക് തോന്നി ഇനിയിപ്പോൾ കുളി അവിടെ നിൽക്കട്ടെ, ആദ്യം മീൻ ഫ്രൈ ആക്കി വെച്ചിട്ട് കുളിക്കാൻ പോകാൻ വിചാരിച്ച് വേഗം മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു. നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്നിച്ചട്ട് തട്ടിക്കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. സാധാരണ ചെമ്മീൻ കൊണ്ടുവരുമ്പോൾ ഈള് കുത്തിയിട്ടാണ് പൊരിക്കൽ. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ചുരുട്ടി പൊരിക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ തലഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ക്രിസ്പി ആയാൽ നല്ല ടേസ്റ്റ് ആവുമല്ലോ. അങ്ങനെ ചെമ്മീനൊക്കെ ഫ്രൈ ആയി. അപ്പോൾ ഫ്രൈ ആയേ പാട് എനിക്കൊന്ന് തിന്ന് നോക്കാൻ വേണ്ടി വല്ലാത്തൊരു പൂതി കേട്ടോ. അപ്പം ഞാൻ ഒന്ന് തിന്നു. അപ്പോൾ ഒന്ന് നിന്നപ്പോൾ 1 വരെ നിന്നില്ല, 2-3 ഒക്കെ തിന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
തോലുള്ളിലേറെ ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യാൻ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ചോറൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇന്നിപ്പോൾ മെഷീനിലാണ് തിരുമ്പണത്. അപ്പോൾ അതിനിതാ ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് മെഷീനിൽ. പിന്നെ ലിക്വിഡൊക്കെ വെച്ച് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ ബൈ.